ഇറ്റ് വാസ് എ കംപ്ലീറ്റ് നിവിൻ പോളി പാക്കേജ്. ഒരു ക്ലോസ്ഡ് എൻവയോൺമെന്റ്, ഒരുപാട് ആൾക്കാരുടെ കൂടെ ഒരു വലിയ സ്ക്രീനിൽ നമ്മളങ്ങനെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം, ഒരു സുഖമാണ്. ആളുടെ ക്യൂട്ട് എക്സ്പ്രഷൻസ്, ആളുടെ ഓരോ സിറ്റുവേഷനിലും ആളത് ഹാൻഡിൽ ചെയ്യുന്ന രീതി, അതാണ് ഈ സിനിമയിലെ കോമഡി എന്ന് പറയാൻ പറ്റുന്നത്. ഹായ് ഹലോ, കഥ ക്യാമറയുടെ ഒരു ഫീൽ ഗുഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ലൊരു സിനിമ കണ്ടിട്ട് ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ്. അതില് എന്താ ക്യാരക്ടേഴ്സ്, അത് ആ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കുക എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ ഏറ്റവും വലിയ സക്സസ് ആണ് അല്ലെ. സർവമായ ദ ഡെലുലു എഫക്റ്റ്, ആ സംഭവത്തിലെ ഒരു ഡെലുലു എഫക്റ്റ് കിട്ടി. ഐ മീൻ നല്ലൊരു ഒരു സിനിമ. ആ സിനിമ കണ്ടിറങ്ങിയ സമയത്ത് വല്ലാത്തൊരു സുഖമായിരുന്നു മനസ്സിൽ. സുഖം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചു. പേഴ്സണൽ ലൈഫിലുള്ള ഓരോ കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്തു. അതാണ്, ഒരു നല്ല സിനിമ കാണുമ്പോൾ നമ്മൾ ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ റിലേറ്റ് ചെയ്യും അത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കാണുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വല്ലാത്തൊരു സന്തോഷം സുഖമൊക്കെ തന്നെയാണ്. ഈ സിനിമ കാണാനുള്ള ഏറ്റവും വലിയ റീസൺ നിവിൻ പോളിയാണ്. നിവിൻ പോളിയുടെ ഒരു നല്ല സിനിമ കണ്ടിട്ട് ഒരുപാട് കാലമായി. ആളുടെ ലാസ്റ്റ് സിനിമ ഇറങ്ങിയിട്ടും ഒരുപാട് കാലമായി തോന്നുന്നു ഒരു തിയേറ്ററിൽ. യെസ്, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഏതായിരുന്നു, മറ്റേ മലയാളി ഫ്രം ഇന്ത്യ, അതായിരുന്നു തോന്നുന്നു ലാസ്റ്റ് ഇറങ്ങിയ സിനിമ. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഴപ്പമില്ലാതെ തോന്നി, എന്നാലും ഒരു കംപ്ലീറ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു നിവിൻ പോളി സിനിമ എന്ന് പറയുമ്പോൾ. സർവ്വമായയിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് വാസ് എ കംപ്ലീറ്റ് നിവിൻ പോളി പാക്കേജ്. എന്താ പറയാ, നിവിൻ പോളി എന്ന് പറയുന്ന ഒരു ആക്ടർ, ആളുടെ ഒരു ലെവൽ എത്ര എന്നുള്ളത് നമുക്ക് ആളുടെ സിനിമകൾ കാണുമ്പോൾ തന്നെ അറിയാം. ആൻഡ് ലാസ്റ്റ് കുറച്ച് കാലം എന്നുള്ളത് ആൾക്ക് നല്ലൊരു ടൈം ആയിരുന്നില്ല. ബട്ട് എഗെയിൻ ഞാൻ കംബാക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും പറയണില്ല, ബട്ട് സ്റ്റിൽ നിവിൻ പോളിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് സിനിമയാണ് സർവമായ എന്നുള്ള. ആളുടെ ക്യൂട്ട് എക്സ്പ്രഷൻസ്, ആളുടെ ഓരോ സിറ്റുവേഷനിലും ആളത് ഹാൻഡിൽ ചെയ്യുന്ന രീതി, അതാണ് ഈ സിനിമയിലെ കോമഡി എന്ന് പറയാൻ പറ്റുന്നത്. ഈ സിനിമയ്ക്ക് ഭയങ്കര ഭയങ്കര പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന കോമഡികളൊന്നുമല്ല. സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പൊ നമ്മളത് കാണുമ്പോൾ നമുക്കത് ചിരി വരും. ആൻഡ് പ്രത്യേകിച്ച് നിവിൻ പോളി ഒരു 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 സംഭവം ചെയ്യുന്ന സമയത്ത് ഇത് ആ ഒരു ഫീൽ കിട്ടും, ഒരു ചിരി വരുന്നത്. ആൻഡ് അജു വർഗീസ് നിവിൻ പോളി കോംബോ ആവട്ടെ, അവരുടെ ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ, അത് ആ സിനിമയിൽ അവരുടെ ഒരു കണക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഉള്ളിലൊരു സന്തോഷമാണ്. ആ ഒരു സിനിമ കാണുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ചിരിച്ചിരുന്നിട്ടാണ് അത് കാണുക. സർവ്വമായയിലേക്ക് വരുന്ന സമയത്തും ഒരു കംപ്ലീറ്റ് ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ ഇരുന്ന് കാണുന്ന ഒരു സിനിമയായിരുന്നു. എഗെയിൻ ഞാൻ പറഞ്ഞത് പൊട്ടിച്ചിരിക്കുക എന്നല്ല, നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് ആ സിനിമേനെ ഇങ്ങനെ കാണും. ആൻഡ് ഈ സിനിമയിൽ ആക്ച്വലി ഒരു പെൺകുട്ടി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് വന്നിട്ട് റിയ ഷിബു. ഞാൻ നോക്കിയ സമയത്ത് അവർ പ്രൊഡ്യൂസറാ. ആൻഡ് ഒരുപാട് നല്ല 4-5 സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ വേറെ സിനിമയിലൊന്നും അഭിനയിച്ച് കണ്ടിട്ടില്ല. മേ ബി ഞാൻ ഇനി കാണാനിട്ടായിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും എവിടെയോ കണ്ടിട്ടുള്ള ഒരു 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 ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് അവരൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നിവിൻ പോളി എത്രത്തോളം നമ്മൾ മനസ്സിൽ ആ സിനിമ കഴിഞ്ഞ് നിൽക്കണോ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു അതിനെക്കാളും കൂടുതൽ എനിക്ക് ആ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടറാണ് മനസ്സിലിങ്ങനെ നിൽക്കുന്നത്. ആ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഇങ്ങനെ ആ ഒരു ക്യാരക്ടറിനെ പറ്റി ഇങ്ങനെ ആലോചിക്കായിരുന്നു. അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ എക്സ്പ്രഷൻസ് ആവട്ടെ, അവരുടെ ആ ഒരു ക്യാരക്ടർ എന്താണോ അത് പ്രോപ്പറാ, അങ്ങനെയാണ് അവര്. എനിക്ക് തോന്നുന്നു ജീവിതത്തിലും ചിലപ്പോൾ അവർ അങ്ങനെ ആയിരിക്കും. ഭയങ്കര ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ഒരു ആളെ പോലെ എനിക്ക് തോന്നി. ഭയങ്കര ഭയങ്കര രസമായി തോന്നി ആ ഒരു ക്യാരക്ടർ കേട്ടോ. ആൻഡ് ആ ഒരു ക്യാരക്ടറും നിവിൻ പോളി ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ആവട്ടെ, ആ അതായിരുന്നു ഈ സിനിമയിൽ എന്താ പറയാ, ചിരിക്കാനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡയറക്ടറിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഡയറക്ടർ അഖിൽ സത്യൻ. ആളുടെ മുന്നത്തെ സിനിമയായിട്ടുള്ള പാച്ചുവും അത്ഭുത വിളക്കും, അതേപോലെ തന്നെ ആള് ഹൃദയപുരത്തിന്റെ റൈറ്ററാണ്. അപ്പൊ അതും സർവമായും ഈ ഒരു 3 സിനിമയിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം കേട്ടോ, ഈ ഒരു ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, ഇതിനൊരു ബേസ് ലൈൻ ആയിട്ടാണ് ആള് സ്റ്റോറി അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അത് സർവമായിലാവട്ടെ, ഹൃദയപൂർവ്വത്തിലാവട്ടെ, പാച്ചുവും അത്ഭുതങ്ങളൊക്കെ ആവട്ടെ, എല്ലാത്തിലും നമുക്കിങ്ങനെ കാണാം. ഒരു കുഞ്ഞ് പോർഷൻ ആയിട്ടെങ്കിലും ഒരു ഫാമിലി കണക്ഷൻ, അച്ഛൻ മകൻ അല്ലെങ്കിൽ അമ്മ മകൻ മകൾ, ആരാവട്ടെ ആ ഒരു കണക്ഷനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചു പോകും. അത് അച്ഛൻ മകൻ അല്ലെങ്കിൽ ഒരു ഫാമിലി മാത്രം ആവണമെന്നില്ല, വേറെയും ഒരു 2 ആൾക്കാർ തമ്മിലുള്ള ഒരു കണക്ഷൻ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആളെ സ്റ്റോറിയിൽ, എന്താ പറയാ, സിനിമയിൽ അത് പ്രസന്റ് ചെയ്ത് പോകും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ സർവ്വമായിലെ കാര്യം ഞാൻ പറയണില്ല, കാരണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആയി പോകും. ഒരു എക്സാമ്പിൾ ആയി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹൃദയപൂർവ്വം എടുക്കാം. സംഗീതും ലാലേട്ടന്റെ ഒരു ക്യാരക്ടറിന്റെ എന്താ പറയാ, ഒരു ഒരു കണക്ഷൻ ഉണ്ട്. അതിപ്പോ ലാലേട്ടൻ ഒരു പോർഷനിൽ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് ആവുന്ന സമയത്ത്, നിനക്ക് എന്റെ കൂടെ നിന്നൂടെ, എന്റെ മാനേജറായിട്ട് നിൽക്കടാ എന്ന് പറയുമ്പോ, അയ്യോ ഇവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ, എന്താ പറയാ, ആ
അവരുടെ ഒരു ബന്ധം ഭയങ്കര രസമായിട്ട് തോന്നും. അതേപോലെ സർവ്വമായയിലേക്ക് വരുമ്പോഴും ഉണ്ട്. ആൻഡ് വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ അറിയാണ്ട് നമ്മളിങ്ങനെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തും. നമ്മള് ആൾക്കാരെ ട്രീറ്റ് ചെയ്യണ രീതി, അല്ലെങ്കിൽ നമ്മള് ഓരോരുത്തർക്ക് കൊടുക്കുന്ന വില എത്രത്തോളാണ് എന്നുള്ളത് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ സെൽഫ് റിഫ്ലക്ഷൻ വരും. ആൻഡ് ഭയങ്കര എന്താ പറയാ, നല്ല രീതിയിലാണ് ആള് സിനിമ എടുത്ത് നമുക്കിങ്ങനെ കാണിച്ചു തരുന്നത്. ആളുടെ ഒരു സിനിമ എന്നുള്ള മീഡിയം വഴി ആളുടെ ഒരു തോട്ട്സ് ആള് ഷെയർ ചെയ്യാണ്. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇപ്പൊ സർവ്വമായയിലേക്ക് വരുമ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാവും, ഓക്കെ, ആ ഓരോ സീനിൽ ഇങ്ങനെ ഒരു ഇമോഷൻ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അതൊരു കോമഡി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ജോൺറ എന്താണെന്ന് എനിക്ക് കറക്റ്റ് പറയാറില്ല. അപ്പൊ IMDb-ലൊക്കെ നോക്കുന്ന സമയത്ത് ഹൊറർ കോമഡി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹൊറർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫീല് തന്നെ, ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവമായിട്ടാണ് അതാണ് അതിന്റെ അർത്ഥം എന്ന് തോന്നുന്നു. ഇതൊരു ഹൊറർ അല്ല, ഇതൊരു ഫാന്റസി കോമഡി സിനിമ. പറഞ്ഞ പോലെ തന്നെ ഒരു ഡെലുലു എഫക്റ്റ്. അപ്പോ ഈ സിനിമയിലേക്ക് വരുമ്പോഴും ഒരു മൊത്തത്തില് റിലേഷൻഷിപ്പ് ആവട്ടെ, ഓരോ കാര്യം, നോട്ട് ഓൺലി റിലേഷൻഷിപ്പ്, ലൈഫിൽ ഒരു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ സിനിമയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. അത് നമുക്കിങ്ങനെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ അറിയാണ്ട് ഒന്ന് സെൽഫ് റിഫ്ലക്ട് ചെയ്ത് പോകും. ആൻഡ് അതാണ് ഈ സിനിമയുടെ ഭംഗി. സിനിമ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, ഒരുപാട് ചിന്തിക്കാനും എൻജോയ് ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ സിനിമകൾ വരുന്ന സമയത്ത് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അങ്ങനത്തെ സിനിമകൾ വരണം എപ്പോഴും. എന്താ ഒരു കൊമേഴ്ഷ്യൽ മാസ് മസാല പടം, അല്ലെങ്കിൽ ഒരു ത്രില്ലർ, അല്ലെങ്കിൽ ഒരു ഹൊറർ മൂഡിലുള്ള പടങ്ങൾ മാത്രം പോരല്ലോ. നമുക്കിങ്ങനെ റിലാക്സ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയും വേണം. അത് നമുക്ക് ഒരുപാട് അറിവും ഒരുപാട് എന്താ പറയാ, ചിന്തിക്കാനും ഉള്ള രീതിയിലുള്ള സിനിമയാവണം. ആൻഡ് സർവമായ ഒരു എന്താ പറയാ, ഫീൽ ഗുഡ് സിനിമ, സിറ്റ് ബാക്ക് റിലാക്സ് കൈൻഡ് ഓഫ് മൂവി. എന്താ പറയാ, ലൈറ്റ് ഹാർട്ടഡ് കുഞ്ഞ് മൂവി എന്ന് പറയാം. അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് കണ്ടവരെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഒരു ക്ലോസ്ഡ് എൻവയോൺമെന്റ്, ഒരുപാട് ആൾക്കാരുടെ കൂടെ ഒരു വലിയ സ്ക്രീനിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം, ഒരു സുഖമാണ്. അപ്പോൾ ഡു എക്സ്പീരിയൻസ് ദാറ്റ് ഫീലിംഗ് ഇൻ തിയേറ്റേഴ്സ് ഇറ്റ് സെൽഫ്. കാണും, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ ബൈ.